ഒരു വശത്തുകൂടി വിവരസാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുരോഗതി കൈവരിച്ചുകൊണ്ടിരുന്നിട്ടും മറുവശത്തുകൂടി നമ്മുടെ നാട് കുട്ടിച്ചോറാകുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. വോവ് ഇന്ത്യ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തില് അറിവ് എന്ന വാക്കിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന് വിവരം, ഒന്ന് വിദ്യ. അപ്പൊ നമ്മൾ പറയും വിവര സാങ്കേതിക വിദ്യ. അവിടെ വിവര സാങ്കേതിക വിദ്യ എന്ന സംജ്ഞയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും വിവരവും വിദ്യയും രണ്ടാണെന്ന്. അപ്പൊ എന്താണ് വിവരം, എന്താണ് വിദ്യ? ഇപ്പൊ ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ആ വണ്ടിന്റെ ഗിയർ, ബ്രേക്ക്, അതുപോലെ ആക്സിലറേറ്റർ, പിന്നെ ക്ലച്ച്, ഇതെല്ലാം കാണിച്ചു കൊടുത്ത് അതിന്റെ പേരൊക്കെ പറഞ്ഞ് ഇന്ന പോലെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അതിൽ വീഡിയോ കാണിക്കാം, അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുക. ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഇന്നതാക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന പോലെ ചെയ്താലേ വണ്ടി ഓടുന്നു പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ചോദിക്കുക എങ്ങനെ വണ്ടി ഓടിക്കുക, വണ്ടി ഇതാ ഇങ്ങനെയാണ് ഓടിക്കുക എന്ന് അയാൾ ഭംഗിയായിട്ട് പറയും. 3-4 തവണ ആവർത്തിച്ചാൽ പറയാൻ പറ്റും. അങ്ങനെ പറയുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, വണ്ടി എങ്ങനെയാണ് ഓടിക്കുക? അയാൾ ഉത്തരം പറഞ്ഞു തരും, ഇന്ന പോലെയാണ് വണ്ടി ഓടിക്കേണ്ടത്. ഇങ്ങനെ വായിച്ചും കേട്ടും ഫയലിൽ എഴുതിയും ഒക്കെ പഠിക്കുന്നതാണ് വിവരം. അപ്പൊ വിവരമുള്ള ആള് വർത്താനത്തിൽ മിടുക്കനായിരിക്കും, എഴുതാൻ മിടുക്കനായിരിക്കും. അങ്ങനെ ഈ വിവരം ഉള്ള ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. അവർക്ക് പക്ഷേ ഈ ചെയ്തറിവ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അതായത് വിദ്യ ഇല്ല. ഈ വിദ്യ ഇല്ലാത്തത് കൊണ്ട് അവന് പ്രായോഗിക ജ്ഞാനം ഉണ്ടാവില്ല. മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഫയൽ നോക്കി ആ ഫയലില് ഒരു വാക്കോ വാക്കുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്ത പുതിയ ഫയലായി, പുതിയ ഓർഡറായി. അപ്പൊ ഈ ഓർഡറിനൊന്നും തന്നെ ഇത് എവിടെ, എപ്പോ, എങ്ങനെയാണ് പ്രയോഗിക്കുക എന്ന ജ്ഞാനം ഉണ്ടാവില്ല. ഈ ഓർഡർ നോക്കി അത് ചെയ്യാൻ പോയാൽ ഇവിടെ പൂർണ്ണമായ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പൊ നമ്മുടെ എത്രയോ കോടി രൂപ ചെലവ് ചെയ്താണ് കൃഷി വകുപ്പ് ഇവിടെ പ്രവർത്തിക്കണേ. കൃഷി വകുപ്പ് പ്രവർത്തിച്ചിട്ട് ഫയലിലാണ് അവർ കൃഷി പഠിച്ചത്. ഫയലിൽ കൃഷി പഠിച്ച കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് പച്ചമുളക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റാത്തതിന് കാരണം എന്താ? ഇതാണ് കാരണം. ഈ ഫയലിലല്ല കൃഷി പഠിക്കേണ്ടത്, വയലിലാണ്. വണ്ടി ഓടിക്കാൻ പഠിക്കേണ്ടത് വണ്ടിയിലാണ്, ചെയ്താണ് പഠിക്കേണ്ടത്. ഇത് മറ്റേ ഈ എഴുതിയും വായിച്ചും കേട്ടുമല്ല. ഭാഷയ്ക്ക് അവിടെ പരിമിതിയുണ്ട്. വിദ്യക്ക് ഭാഷയോടൊപ്പം വിദ്യയിൽ വിവരമുണ്ട്, പക്ഷെ വിവരത്തിൽ വിദ്യയില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ നാടിലെ ആസൂത്രണം നടത്തുന്നവരും നേതൃത്വം നടത്തുന്നവരും കേവലം വിവരമുള്ളവരാണ്. പ്രത്യേകിച്ച് നോക്കൂ, രാഷ്ട്രീയക്കാരെ. ഏത് വിദ്യയിൽ വിളങ്ങിയവരാണ് ഈ രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്നത്? ഒരു രാജ്യത്തും ഇങ്ങനെ ഇല്ല. 10-20 വർഷത്തെ സാധാരണ മിലിറ്ററിക്കാരൻ മുതല് ഇങ്ങനെ മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ച് അറിവും കഴിവും സിദ്ധിച്ചവരെയാണ് അവിടെ സൈന്യാധിപനാക്കുക, അതായത് ഡിഫൻസ് മിനിസ്റ്റർ ആക്കുക. മറ്റു പല രാജ്യങ്ങളിലും. ഭാരതത്തിൽ എന്താ കഥ? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോ വിവരം ഉള്ളവരെ കൊണ്ട് ഈ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാസമ്പന്നരെ നാടിന് നേതൃത്വം ഏൽപ്പിക്കുക രക്ഷപ്പെടണമെങ്കിൽ.